ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു ജൈനിസം, വാട്ട് ആർ ദ 5 വേർബ്സ് ടു ബി ഒബ്സർവ്ഡ്? ജൈനിസം പ്രകാരം ഏതൊക്കെ 5 വേർബ്സ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്? ഇപ്പൊ ജൈനിസം പ്രകാരം മങ്സും നൺസും ആണ് ഈ 5 വേർബ്സും ഒബ്സർവ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക, അതുപോലെ കക്കാതിരിക്കുക, നുണ പറയാതിരിക്കുക, പിന്നെ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാതിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: അക്കോർഡിംഗ് ടു ജൈനിസം, മോങ്സ് ആൻഡ് നൺസ് ആർ സപ്പോസ് ടു ഒബ്സർവ് 5 വേർബ്സ്. Don't kill anything, don't steal, don't lie, don't own property and practice celibacy. Question: Where was Buddha born? ബുദ്ധ എവിടെയാണ് ജനിച്ചത്? ബുദ്ധ വന്നിട്ട് നേപ്പാളിലുള്ള ലുംബിനി പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ബുദ്ധ വാസ് ബോൺ ഇൻ ലുംബിനി, ദാറ്റ് ഈസ് കപിലവസ്തു ഇൻ നേപ്പാൾ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് അർത്ഥശാസ്ത്ര? അർത്ഥശാസ്ത്ര പറഞ്ഞാൽ എന്താണ്? മൗര്യൻ കിങ്ഡത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ് കൗട്ടില്യാസിന്റെ അർത്ഥശാസ്ത്ര. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Kautilya's Arthashastra is an important historical document that provides information about the Maurya kingdom. Question: What is the opinion of famous historian Romila Thapar on Ashoka-dama? അശോകദാമയെ കുറിച്ചിട്ട് ഫേമസ് ഹിസ്റ്റോറിയനായ റോമില താപ്പറുടെ ഒപ്പീനിയൻ എന്തായിരുന്നു? അപ്പൊ അശോകദാമയെ കുറിച്ചിട്ട് റോമില താപ്പറിന്റെ ഒപ്പീനിയൻ ഇങ്ങനെയായിരുന്നു: വാസ്റ്റ് ആയിട്ടുള്ള കൺട്രികളുടെ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷന് ഈ ഒരു പോളിസി വളരെ ബെസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഹാർമോണി കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: അക്കോർഡിംഗ് ടു റോമില താപ്പർ, അശോകദാമ വാസ് എ പോളിസി ഫോർ ദ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ വാസ്റ്റ് കൺട്രി ആൻഡ് ഫോർ കീപ്പിംഗ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ഹാർമണി. ക്വസ്റ്റ്യൻ: Name the scripts in which stone inscriptions of Ashoka were written. അശോകനെ കുറിച്ചുള്ള സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെ സ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്? ഇപ്പൊ അശോകനെ കുറിച്ചുള്ള സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് വന്നിട്ട് ബ്രഹ്മി, കരോസ്തി, അതുപോലെ അർമൈക് സ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The stone inscriptions of Ashoka were written in Brahmi, Kharosthi and Aramaic scripts. Question: What forced people to think against the Vedic rituals? വേദിക് റിച്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? 6th സെഞ്ച്വറി BC കൂടി ജനങ്ങൾ ഫാമിങ്ങിന് വേണ്ടിയിട്ട് കാറ്റിലിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാറ്റിൽ അല്ലെങ്കിൽ അനിമൽ സാക്രിഫൈസസ് വന്നിട്ട് ഒരു വേദിക് റിച്വൽസ് ഒരു കോമൺ പ്രാക്ടീസ് ആയി മാറിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇത് വന്നിട്ട് അഗ്രികൾച്ചറിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തു. ഇതാണ് ജനങ്ങളെ വേദിക് റിച്വൽസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: By the 6th century BCE, people began using cattle for farming. However, the common practice of animal sacrifices in Vedic rituals negatively affected agriculture. This forced people to think against Vedic rituals. Question: Write a short note on Gautam Buddha. ഗൗതം ബുദ്ധനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഗൗതം ബുദ്ധയാണ് ബുദ്ധിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗൗതം ബുദ്ധ ജനിച്ചത് നേപ്പാളിലുള്ള ലുംബിനി പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം പറയുന്നത് സിദ്ധാർത്ഥ എന്നാണ്. അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ലഭിച്ചത് ബീഹാറിലുള്ള ബോധ്ഗയയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Gautam Buddha introduced Buddhism. He was born into a royal family in Lumbini, Kabilavastu in Nepal. Original name is Siddhartha. He attained enlightenment at Bodh Gaya in Bihar and he delivered his first sermon at Sarnath. He attained nirvana at Kushinara. Question: Write a short note on materialism. മെറ്റീരിയലിസത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. അജിത കേശ കാമ്പലിന് പ്രപ്പോസ് ചെയ്ത വൺ സ്കൂൾ ഓഫ് തോട്ട് ആണ് മെറ്റീരിയലിസം. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എല്ലാ റിലീജിയസ് പ്രാക്ടീസസും മീനിങ്ലെസ് ആണ്.
അതായത് ഇഹലോകം പരലോകം പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവര് എന്താ വിശ്വസിച്ചിരുന്നത് വെച്ചാല് ഹ്യൂമണിന് വന്നിട്ട് 4 എലിമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവര് മരണപ്പെട്ട് കഴിഞ്ഞാല് സോളിഡ് മാറ്റർ വന്നിട്ട് എർത്തിലോട്ട് ഡിസോൾവ് ആവും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി വന്നിട്ട് വാട്ടറിൽ ഡിസോൾവ് ആവുന്നു. ഹീറ്റ് വന്നിട്ട് ഫയറിൽ ഡിസോൾവ് ആവുന്നു. അതുപോലെ ബ്രീത്ത് വന്നിട്ട് എയറിലും സെൻസസ് വന്നിട്ട് വാക്വത്തിലും ഡിസോൾവ് ആവുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Materialism is one of schools of thought proposed by Ajita Kesa Kambani. He was a contemporary of the Buddha. As per the materialist, all religious practices are meaningless and that there is nothing ihaloka or paraloka. They believe that humans are made up of 4 elements. When they die, their soul matter dissolves in the earth, liquidity dissolves in water, heat in fire, breath in air, and senses in vacuum. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്? പഞ്ച് മാർക്ക്ഡ് കോയിൻസ് പറഞ്ഞാൽ എന്താണ്? ഏൻഷ്യന്റ് ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്ന ഏർലി കോയിൻസ് ആണ് പഞ്ച്ഡ് മാർക്ക് കോയിൻസ്. ഇത് വന്നിട്ട് സിൽവർ കൊണ്ടും കോപ്പർ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The early coins in ancient India is known as punch mark coins. These coins were made of silver and copper. It is the evidence of the use of coins for trade. Question: What do we understand about Maurya kingdom from Ruminde or Lumbini inscription? Ruminde അല്ലെങ്കിൽ ലുംബിനി ഇൻസ്ക്രിപ്ഷനിൽ നിന്നും മൗര്യ കിങ്ഡത്തിനെ കുറിച്ചിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇപ്പൊ റുമിന്റെ അല്ലെങ്കിൽ ലുംബിനി ഇൻസ്ക്രിപ്ഷനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ബുദ്ധയുടെ ബർത്ത് പ്ലേസ് ലുംബിനിയാണെന്നും മൗര്യൻ കിങ്ഡത്തിന്റെ കാലഘട്ടത്തില് ബാലി ബാഗ പറഞ്ഞ 2 ടാക്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം ഈ ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഇൻഫർമേഷൻസ് ഒക്കെയാണ് ആ ഒരു ഇൻസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Ruminde or Lumbini inscription says that Lumbini is the birthplace of Buddha. Inscription also talks about Bali and Baga tax of Mauryan kingdom. Inscription says that people of Lumbini should be exempted from the Bali and they need to give only 1/8 part of the harvest as Baga. Question: Who was sophist? സോഫിസ്റ്റുകൾ ആരായിരുന്നു? മറ്റു റീജിയൻസിൽ നിന്നുള്ള തിങ്കേഴ്സ് ഏതൻസിൽ വരികയുണ്ടായി. ഇവരെയാണ് സോഫിസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Many thinkers from other regions were attracted to Athens. They were known as sophists. Question: What are the doctrines promoted by Jainism? Jainism promote ചെയ്ത ഡോക്ട്രൈൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഡോക്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ജൈനിസത്തിൽ പ്രൊമോട്ട് ചെയ്ത ഡോക്ട്രൈൻസ് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ലൈഫ് ഉണ്ടെന്നാണ് ഒന്ന്. രണ്ടാമത് വന്നിട്ട് ജീവനുള്ള ഒന്നിനെയും ഹാം ചെയ്യാണ്ടിരിക്കുക. മൂന്നാമത് പറയുന്നത് നമ്മുടെ ബർത്തും റീബർത്തും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ കർമ്മയുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Doctrines means a set of principles held by Jainism includes: In this world, everything has life. Do not harm any living being. Birth and rebirth are determined on the basis of karma. Question: During 6th century BCE, what were the material conditions of the Ganga basin which played an important role in the development of new ideas? ന്യൂ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്ത ഗംഗ ബേസിന്റെ മെറ്റീരിയൽ കണ്ടീഷൻസ് 6th century BCE എന്തൊക്കെയായിരുന്നു? അപ്പൊ ന്യൂ ഐഡിയാസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്ത ഗംഗ ബേസിന്റെ മെറ്റീരിയൽ കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ അയൺ ടൂൾസിന്റെ വൈഡ് സ്പ്രെഡ് യൂസ് ആണ്, പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ ഇൻക്രീസ്, പിന്നെ ട്രേഡിന്റെ ഗ്രോത്തും സിറ്റീസിന്റെ ഗ്രോത്ത് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഫാക്ടേഴ്സ് ദാറ്റ് പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ആർ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, increased agricultural production, growth of trade, growth of city. Question: What was Buddha's principles? ബുദ്ധാസിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ബുദ്ധാസിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നത് ലൈഫ് വന്നിട്ട് ഫുൾ ഓഫ് സോറോസ് ആണ്. അപ്പോൾ ആഗ്രഹങ്ങളാണ് ഈ സോറോന് കാരണം. അപ്പൊ ഈ ഒരു ആഗ്രഹം നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സോറോ ഉണ്ടാവില്ല. അപ്പൊ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 8 fold പാത്ത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണമെന്നാണ് ബുദ്ധ പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ബുദ്ധാസ് പ്രിൻസിപ്പിൾസ് ആർ: life is full of sorrows. Desire is a cause of sorrow. If desire is destroyed, sorrow will disappear. To achieve this, the eightfold path, that is Ashtanga Marga, should be followed. Question: write a short note on Buddha's teachings and its influence on socio-economic conditions. ബുദ്ധാസ് ടീച്ചിങ്സിനെ കുറിച്ചിട്ടും ഇതെങ്ങനെയാണ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതിനെ കുറിച്ചിട്ടും ഒരു ഷോർട്ട് നോട്ട് എഴുതാം. അപ്പൊ ബുദ്ധാസിന്റെ ടീച്ചിങ്സും പ്രിൻസിപ്പിൾസും വന്നിട്ട് വളരെ സിമ്പിളും പ്രാക്ടിക്കലും ആയിരുന്നു. അദ്ദേഹം ജനങ്ങളോട് ഡിസയർ ഡിസ്ട്രോയ് ചെയ്യാനാണ് പറയുന്നത്, ആഗ്രഹങ്ങൾ ത്യജിക്കാനാണ് പറയുന്നത്. എന്നിട്ട് അഷ്ടാംഗ മാർഗ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ആവുമെന്നാണ് ബുദ്ധ ജനങ്ങളോട് പറഞ്ഞത്. പിന്നെ അദ്ദേഹം വേദാസ് റിജക്ട് ചെയ്തു, അതുപോലെ വർണ്ണാസും റിജക്ട് ചെയ്തു, പിന്നെ കാസ്റ്റും ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ അദ്ദേഹം ഇല്ലാതെയാക്കി. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The Buddha's teachings and principles were simple and practical. He asked people to destroy the desire and follow Ashtanga Marga to solve all the life problems. Major teachings attracted by the people include: rejected the Vedas as it was supporting rituals, animal sacrifices and caste system. Rejected Varnas as it was dividing people into different groups like Brahmins, Kshatriyas, Vaishyas and Shudras. No caste and gender discrimination, and Buddhist Sanghas welcomed everybody. The Sangha made decisions together through discussions and majority vote, which attracted people. Buddha's support of ahimsa and opposite of animal sacrifices attracted farmers, as cattle were used for farming and goods transportation. The common man's language Pali, used for his communication, also attracted people. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question: what are the common ideas propounded by the Buddha and Mahavira? ബുദ്ധിയും മഹാവീരും പ്രപ്പോസ് ചെയ്ത കോമൺ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ബുദ്ധിസവും ജൈനിസവും രണ്ടും മഗധയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ പ്രപ്പോസ് ചെയ്ത കോമൺ ഐഡിയാസ് പറയുന്നത് നോൺ വയലൻസിന്റെ ഇമ്പോർട്ടൻസും, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം റിജക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, പിന്നെ നമ്മളൊരു മറ്റു ജനങ്ങളെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണെന്നും, അതുപോലെ ബർത്ത് റീബർത്തിന്റെ സൈക്കിളിനെ കുറിച്ചിട്ടും ഇവര് ജനങ്ങളിലേക്ക് ബോധവൽക്കരിപ്പിച്ചു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Buddhism and Jainism were spread in Magadha. Both Buddha and Mahavira believed in the following: emphasizing the importance of non-violence, teaching that salvation can only be achieved through nirvana, rejecting the caste system, emphasizing values and helping people, teaching about the cycle of birth and rebirth. Question: explain the administrative system in the Mahajanapadas. മഹാജനപദാസിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. മഹാജനപദാസിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മഹാജനപദാസിന് പോർട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ക്യാപിറ്റൽ സിറ്റീസും ഉണ്ടായിരുന്നു. അതുപോലെ ഇവർക്കൊരു സ്റ്റാൻഡിംഗ് ആർമി അവൈലബിൾ ആയിരുന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ക്യാരി ചെയ്യുന്നത് സേനാനി, പുരോഹിത, ഗ്രാമണി പറയുന്ന ഒഫീഷ്യൽസുകളായിരുന്നു. പിന്നെ ഇവരുടെ അകത്ത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ടാക്സ് കളക്ഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The administrative system shows huge improvement as we moved from tribal politics to Mahajanapadas. Important administrative features of Mahajanapadas include: Mahajanapadas had forts and specific capital cities. A standing army was available. Administration was carried out by numerous officials like Senani, Purohita and Gramani, as mentioned in the work Satapada Brahmana. An efficient tax collection system was used. Bali and Bagra were two different taxes collected. Grains and cattle were mainly paid as tax. Those who lived in the forest paid tax in the form of forest produce. Artisans worked for the king on specified days. Question:
What were the significant factors affecting Magadha's growth? മഗധാസ് ഗ്രോത്തിനെ എഫക്ട് ചെയ്ത സിഗ്നിഫിക്കന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ മഗധാസിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്ത ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, മഗധ പറയുന്നത് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ അവിടെ നല്ല റെയിൻഫാൾ ലഭ്യമാണ്. പിന്നെ ഈ അയൺ ഓറിന്റെ ലാർജ് ഡെപ്പോസിറ്റ് കാരണം അവർക്ക് വേണ്ട ടൂൾസും വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ എലിഫൻസിനെയാണ് അവർ കൂടുതലും വാസിന് യൂസ് ചെയ്തത്. പിന്നെ ഗംഗ റിവർ അതിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. പിന്നെ ബിംബസാര അജാതശത്രു പറയുന്ന എഫിഷ്യന്റ് റൂളേഴ്സ് വന്നിട്ട് ഇവരുടെ മഗധാസിന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: important factors that supported the growth of Magadha include: Magadha was a fertile region with good rainfall. Large deposits of iron ore present helped them to make needed tools and weapons. Elephants were widely used in wars, and Magadha had sufficient forest and elephants available. The Ganga River and its tributaries helped easy transportation of goods. Efficient rulers like Bimbisara and Ajatashatru also played an important role in Magadha's growth. Question: write a short note on trade growth of Maurya period. മൗര്യ പീരീഡിലുള്ള ട്രേഡ് ഗ്രോത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഇപ്പൊ മൗര്യ പീരീഡിൽ സമയത്ത് 5 മാർക്ക്ഡ് കോയിൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അത് സിൽവറിലും കോപ്പറിലും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രെയിൻസും ടെക്സ്റ്റൈൽസും മെറ്റൽസ് ഒക്കെയാണ് അവർ യൂസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള ട്രേഡിംഗ് കോമഡിറ്റീസ്. പിന്നെ ഗുഡ്സ് വന്നിട്ട് ലാൻഡ് വഴിയും സീ വഴിയും റിവേഴ്സ് വഴിയൊക്കെയാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ട്രേഡേഴ്സിനെ സെത്തിസ് എന്നും അതുപോലെ അല്ലെങ്കിൽ സഥവാഹകർ എന്നുമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: during the Maurya period, punch-marked coins made in silver and copper were used for trading. Grains, textiles, metals were the main commodities of trader. Goods were transported by land, sea, and rivers. Traders were referred as Sethis and Sadhavahakar. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: write a short note on establishment and expansion of the Maurya kingdom. മൗര്യ കിങ്ഡത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അതുപോലെ എക്സ്പാൻഷനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഇപ്പൊ ചന്ദ്രഗുപ്ത മൗര്യയാണ് മൗര്യ കിങ്ഡം ഫൗണ്ട് ചെയ്തത്. അദ്ദേഹം നന്ദ റൂളറായ ധനാനന്ദനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് മൗര്യ കിങ്ഡം ഫൗണ്ട് ചെയ്തത്. പാട്ലിപുത്രയാണ് മൗര്യ കിങ്ഡത്തിന്റെ ക്യാപിറ്റല്. കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രയിൽ നിന്നും അതുപോലെ തന്നെ മെഗസ്തനിസിന്റെ ഇൻഡിക്കയിൽ നിന്നും അതുപോലെ അശോകാസ് ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് മൗര്യ ഹിസ്റ്ററി കാണാൻ കഴിയുന്നതായിരിക്കും. മൗര്യ കിങ്ഡത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിങ് ആണ് കിങ് അശോക. അദ്ദേഹം വന്നിട്ട് കലിംഗ കോൺകർ ചെയ്തിട്ട് മൗര്യ കിങ്ഡം എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Chandragupta Maurya founded Maurya kingdom by defeating the last Nanda ruler, Dhanananda. Patliputra or Patna was the capital of Maurya kingdom. The Arthashastra by Kautilya, Indica by Greek envoy Megasthenes, Ashoka's inscriptions and contemporary coins throws light to Maurya history. King Ashoka was the most important ruler of Maurya kingdom. Ashoka expanded the kingdom by conquering Kalinga or Odisha. As per recorded inscriptions, King Ashoka gave up war after the Battle of Kalinga. Question: compare the administrative systems of present India and Mauryan Kingdom. Mauryan Kingdത്തിന്റെയും പ്രസന്റ് ഇന്ത്യയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ ഇവ രണ്ടിലും കാണുന്ന കോമൺ ഫീച്ചേഴ്സിൽ ചിലതാണ് സെക്യുലറിസം, അതുപോലെ തന്നെ വാല്യൂ ബേസ്ഡ് ഗവർണൻസ്, പിന്നെ സ്റ്റേറ്റ്സും പ്രോവിൻസസും ആയിട്ടുള്ള ഡിവിഷന്, പിന്നെ വന്നിട്ട് ഫെഡറൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: സം ഓഫ് ദ മോസ്റ്റ് കോമൺ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് സെക്യുലറിസം, വാല്യൂ ബേസ്ഡ് ഗവർണൻസ്, കമ്പാഷൻ ഫോർ ദ വീക്കസ്റ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, ഫെഡറൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, division into states or provinces, the interference of bureaucracy in administration. Question: write a short note on city states of Greece. സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഗ്രീസ് പറയുന്നത് സദേൺ ഈസ്റ്റ് യൂറോപ്പിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇപ്പൊ സിറ്റി സ്റ്റേറ്റ്സ് പറയുന്നത് ഗ്രീസിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്. അതായത് ആ ഒരു കൺട്രിയുടെ സെക്യൂരിറ്റിയും ഗവേണൻസിനും വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്.
ഇതിനകത്ത് സിറ്റി ഉണ്ട്, അഗ്രികൾച്ചർ വില്ലേജസ് ഉണ്ട്, ഹിൽസ് ഉണ്ട്, മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഹിൽസും മൗണ്ടൻസ് ഒക്കെയാണ് അവരുടെ നാച്ചുറൽ ബൗണ്ടറീസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ക്യാപിറ്റൽ വന്നിട്ട് ഹൈ ഹിൽസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏതൻസ്, സ്പാർട്ട, കോറിന്ത്, തീബ്സ് ഒക്കെയാണ് മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Greece is an important place in southeastern Europe. City-states in Greece are a group of villages stood together for the purpose of security and governance. It consists of city and agricultural villages, and hills and mountains provided the natural boundaries. Some of the city-states were islands. The capital of these city-states were located on high hills. Athens, Sparta, Corinth, and Thebes were some of the major city-states of Greece. Question: How Athens emerged as an important center of trade in the Mediterranean region? മെഡിറ്ററേനിയൻ റീജിയനകത്ത് എങ്ങനെയാണ് ഏതൻസ് ഇമ്പോർട്ടൻറ്റ് സെന്റർ ഓഫ് ട്രേഡ് ആയിട്ട് എമേർജ് ചെയ്തത്? ഏതൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സീന്റെ അടുത്തായതുകൊണ്ട് ട്രേഡിങ് അവിടെ വളരെ ഈസിയർ ആയി മാറി. അവർ വന്നിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുകയും അതുപോലെ ഐഡിയാസും സ്കിൽസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. അതോടെ അവരുടെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ സ്കിൽഡ് പോപ്പുലേഷൻ കാരണം ഏതൻസ് വന്നിട്ട് വളരെ പ്രോസ്പെറസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെന്റർ ആയിട്ട് എമേർജ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Athens, located near the sea, made trading easier. Many Athenians were skilled in shipbuilding and seafaring. They constantly traveled and improved their ideas and skills. Thinkers like Herodotus were attracted to Athens. With effective administration and a skilled population, Athens became prosperous and emerged as an important trade center in the Mediterranean region. Question: Compare the Mahajanapadas of India and the city-states of Greece. ഇന്ത്യയിലുള്ള മഹജനപദാസും അതുപോലെ ഗ്രീസിലുള്ള സിറ്റി സ്റ്റേറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇപ്പൊ ഇന്ത്യയിലുള്ള മഹജനപദാസും അതുപോലെ ഗ്രീസിലുള്ള സിറ്റി സ്റ്റേറ്റ്സും രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ആണ്. ഇവർ രണ്ടുപേർക്കും സിമിലാരിറ്റീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിഫറൻസസും ഉണ്ട്. ഇവരുടെ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ, കൾച്ചറൽ ഇൻഫ്ലുവൻസ്, മിലിറ്ററി സ്ട്രാറ്റജി, അതുപോലെ ട്രേഡും എക്കണോമിയിലൊക്കെയാണ് ഈ ഒരു സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Mahajanapadas in India and city-states in Greece were important political entities. There are similarities as well as some differences between these two. Geographical distribution: Mahajanapadas were big. Greek city-states were independent, scattered, smaller areas. Political structure: Mahajanapadas were ruled kings or lords. Different city-states had different forms of governments, like democracy in Athens, oligarchy in Sparta, and monarchy in Macedonia. Cultural influence: Mahajanapadas were influenced by religions and regional culture, but Greek culture was part of modern civilization, contributing significantly to philosophy, art, and politics. Military strategy: Mahajanapadas engaged in big battles using infantry and chariots. Greek city-states had their own military system and navy. Trade and economy: Greek trade was mainly maritime and major trade centers like Athens emerged. Mahajanapadas traded mainly via land route. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.